അബ്രഹാമിനോട് ദൈവം പറഞ്ഞ ഭയങ്കര ഒരു വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തത്തിന്റെ ചെറിയൊരു കോണിൽ കയറിയപ്പോഴേക്കും ഈ പുള്ളി തൃപ്തിപ്പെട്ടു. എന്നാൽ സ്തോത്രം, ഒരു യോശുവ തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. ഈ തലമുറയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ എന്ത് കണ്ടാലും അവർക്ക് തൃപ്തിപ്പെടത്തില്ല. അവർക്ക് തൃപ്തിപ്പെടണമെങ്കിൽ കർത്താവിന്റെ സിംഹാസനത്തിന് മുൻപിൽ എത്തുന്നത് വരെ അവർ മുന്നേറുന്നവരായിരിക്കും. ചെയ്തതിന് അവർക്ക് നന്ദിയുണ്ട്, പ്രാപിച്ചതിന് അവർക്ക് നന്ദിയുണ്ട്, ഉപയോഗിച്ചതിന് അവർക്ക് നന്ദിയുണ്ട്. അതേ സമയത്ത് ദൈവം തന്നതിന്, ഞങ്ങൾ പ്രാപിച്ചതിന്, ദൈവം ചെയ്തതിന് ഞങ്ങൾക്ക് തൃപ്തിയില്ല. സ്തോത്രം, വീണ്ടും ഞങ്ങൾ മുന്നേറും. അതുകൊണ്ടാണ് ന്യായാധിപന്മാരുടെ പുസ്തകം ആദ്യത്തെ വാക്യങ്ങൾ പറയുന്നത്, വാഗ്ദത്ത ദേശം പിടിപ്പാനായി ആര് പുറപ്പെടണമെന്ന് ചോദിച്ചപ്പോൾ ദൈവം പറയുന്നു, യഹൂദ പുറപ്പെടട്ടെ. മീനിങ് യോശുവ അപ്പോഴേക്കും മരിച്ചു കഴിഞ്ഞു. യോശുവ മരിച്ചിട്ടും വാഗ്ദത്ത ദേശം പുറപ്പെടാൻ ഇതാ യഹൂദ പുറപ്പെടുകയാണ്. അർത്ഥം, വാഗ്ദത്തം ടോട്ടലി പിടിക്കപ്പെട്ടിട്ടില്ല. നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ദാവീദിന്റെ കാലം വന്നപ്പോഴേക്ക് യെരൂശലേം പിടിക്കുവാൻ, സിയോൻ കോട്ട പിടിപ്പാൻ ദാവീദ് പുറപ്പെടുകയാണ്. ദാറ്റ് മീൻസ് യോശുവ കയറി, അവൻ ഇതാ തൃപ്തിപ്പെട്ടു, അവൻ സെറ്റിൽ ചെയ്തു. ഞാനും എൻ്റെ കുടുംബവും. നിന്നെ കുറിച്ച്, നിന്റെ കുടുംബത്തെ ചിന്തിക്കുന്ന ഒരു കോഴിയെ പോലെ കുനിഞ്ഞു നോക്കാതെ ദൈവത്തിന്റെ പദ്ധതിയെ ചിന്തിക്കുന്ന കഴുകരെ പോലെ തല ഉയർത്തി നോക്ക്.